ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ ഇവിടെ കുറച്ച് മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതേപോലെ നുറുക്കി വെച്ചതാണ്. നല്ലോണം വാഷ് ചെയ്തെടുത്താൽ മതി. ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വാഷ് ചെയ്താൽ മതി. എന്നിട്ട് അതിലേക്ക് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കാശ്മീരി മുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കളറുണ്ടാവും. അതുപോലെ കുരുമുളകിൻ്റെ പൊടി കുറേശ്ശെ ഇട്ടാൽ മതി. മീൻ കുറച്ചേ ഉള്ളൂ. പിന്നെ മഞ്ഞളിൻ്റെ പൊടി, കുരുമുളക് കുറച്ചുകൂടി ഇട്ടെടുക്കാം. പെരുംജീരകത്തിൻ്റെ പൊടി, കുറച്ച് ഗരം മസാല പൗഡർ, കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കാം. അതിനകത്ത് നമുക്ക് അതൊക്കെ ഒന്ന് ചേർത്തെടുക്കാം. ചില്ലി ഫ്ലേക്സ്, പിന്നെ ഉപ്പ് ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ മതി, കൂടിപ്പോയത്. ഇനി ഇത് ചേർത്തെടുക്കുക. അത് ചേർത്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് അരിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത് കൂടെ ഇട്ട് കൊടുക്കാം. പേസ്റ്റാക്കിയെടുത്താണ്. പിന്നെ കുറച്ച് അരിപ്പൊടി, ഇത് അരിപ്പൊടിയാണ്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുത്താൽ നല്ല ക്രിസ്പി ആവും. ഇനി വെറും അരിപ്പൊടി മാത്രമാണെങ്കിൽ അത് ഇട്ടാലും മതി. ഇനി ഇത് ചേർത്തെടുക്കാം. നമുക്ക് നന്നായി ചേർത്തെടുക്കാം. നാരങ്ങൻ്റെ നീര് അത് മറന്നു വേണ്ട. ഇപ്പം ചെറുനാരങ്ങൻ്റെ നീര് പെട്ടെന്നില്ലേ, കുറച്ച് സോപ്പ് ഒഴിച്ചു കൊടുത്താലും ഇത് നമുക്ക് നന്നായി ചേർക്കാം. കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ട് അതിൽ മുക്കി പൊരിച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. വെള്ളം കണക്കാം. കുറച്ച് ഇട്ടിട്ട് വെക്കാം. എടുത്ത് ചേർത്തെടുത്ത് നമുക്ക് പൊരിച്ച് ചേർത്തിട്ടുണ്ട്. നമുക്ക് ഈ മീൻ മുക്കിയിട്ട് ഇതിട്ടിട്ട് എടുക്കാം. ഇതൊരു 10 മിനിറ്റ് നേരം, ഒരു 20 മിനിറ്റ് നേരം ഞാൻ വെച്ചിട്ടുണ്ട് പൊരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നല്ലോണം പൊരിച്ച് വരും. മസാല ഇതുപോലെ മുക്കിയെടുക്കുക. എല്ലാം അതുപോലെ മുക്കിയെടുക്കാം നമുക്ക്. എന്നിട്ട് പൊരിച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നമുക്കൊരു പരിപാടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ആദ്യം ഇത് കൊണ്ടുവച്ച് കൊടുക്കാം. എന്തിനു വേണമെങ്കിലും സ്റ്റാർട്ടിങ് ആയിട്ടോ എന്താണെങ്കിലും എടുക്കാൻ പറ്റും. അതുപോലെ എല്ലാം പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലൊന്ന് പൊരിച്ചൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വെച്ചിട്ടോ. ഇപ്പോൾ കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി മാത്രം ചേർത്താലും മതി. അത് കുറച്ചും കൂടെ ഒരു ക്രിസ്പി കിട്ടണമെങ്കിൽ പിന്നെ നമ്മളടുത്ത് കൂവപ്പൊടി ഇല്ലെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അരിപ്പൊടിനെ കുറച്ച് ജാസ്തി ചേർത്താൽ മതി. മൊഴിഞ്ഞാൽ നമുക്ക് അപ്പം തിരിച്ചിടാം. നമുക്കിത് തിരിച്ച് വെച്ച് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുട്ടോ. ഇതിന് ഇരുന്നിട്ട് നമുക്ക് എടുക്കാം. ഇത് നമുക്ക് സ്റ്റാർട്ടിങ്ങൊക്കെ ആയിട്ട് കൊണ്ടുവയ്ക്കാൻ പറ്റും. ഓരോ പരിപാടിക്കൊക്കെ സ്റ്റാർട്ടറായിട്ട്.
സ്റ്റാർട്ടറായിട്ട് കൊണ്ടുവെക്കാം. പിന്നെ നമുക്ക് തന്നെ വീട്ടിൽ കഴിക്കാനും പറ്റും. പിന്നെ കുട്ടികൾക്കൊക്കെ പാത്രത്തിലാക്കി കൊടുക്കാം. മീൻ ഇതുപോലെ മുറിച്ചെടുത്താൽ മതി, മുള്ളില്ലാണ്ട്. ഇത് പിന്നെ ഞാനിട്ടത് ആവൂലിയാണ്. സ്രാവും ഒക്കെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഇത് മൊരിഞ്ഞിട്ടിട്ട് നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പം നമ്മളെ മീൻ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക. പോലെ മുള്ളില്ലാണ്ട് മുറിച്ചെടുക്കാൻ മതി. അപ്പോൾ നല്ല ഉണ്ടാവും. എന്താ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ലൈക്ക് ചെയ്യണം, അപ്പോൾ തന്നെ ഷെയർ ചെയ്യും വേണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. കണ്ടോ? അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.